യാതൊരു പ്രകോപനവുമില്ലാതെ വളരെ മോശമായ ഭാഷയിൽ അസഭ്യം പറഞ്ഞു. മുഖത്തിരുന്ന വില കൂടിയ കൂളിംഗ് ഗ്ലാസ് എടുത്ത് എറിഞ്ഞുടച്ചു. ക്രൂരമായി മർദ്ദിച്ചു. മർദ്ദനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ പിന്നാലെ ഓടി വന്ന് വീണ്ടും മർദ്ദിക്കാൻ ശ്രമിച്ചു. സിനിമാ താരം ഉണ്ണി മുകുന്ദനെതിരെ മുൻ മാനേജർ വിപിൻ കുമാർ പോലീസിന് നൽകിയ പരാതിയിലെ ആരോപണങ്ങളാണിവ. കഴിഞ്ഞ 6 വർഷമായി ഉണ്ണിയുടെ പ്രൊഫഷണൽ മാനേജറായി ജോലി ചെയ്ത് വരികയായിരുന്നു വിപിൻ. താരത്തിന്റെ കൂടെ പ്രവർത്തിച്ച ഇക്കാലയളവിലെല്ലാം അദ്ദേഹം തന്നെ മാനസികമായി പീഡിപ്പിക്കുകയും തേജോവധം ചെയ്യുകയും ചെയ്തിട്ടുണ്ടെന്ന് പരാതിയിലുണ്ട്. പരാതിയുടെ അടിസ്ഥാനത്തിൽ താരത്തിനെതിരെ കാക്കനാട് ഇൻഫോപാർക്ക് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഒരു ദശാബ്ദത്തിൽ കൂടുതലായി സിനിമാ ഇൻഡസ്ട്രിയിലുള്ള താരമാണ് ഉണ്ണി മുകുന്ദൻ. എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി താരം വിവാദങ്ങളുടെയും ചർച്ചകളുടെയും വിഷയമായിട്ടുണ്ട്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ തവണ അദ്ദേഹത്തിന്റെ പേര് ചർച്ച ചെയ്യപ്പെട്ട വർഷമായിരുന്നു 2024. ഉണ്ണിയുടെ കരിയറിലെ ഏറ്റവും വലിയ ഹിറ്റായ മാർക്കോ കഴിഞ്ഞ വർഷം ഡിസംബറിലായിരുന്നു റിലീസ് ചെയ്തത്. കേരളത്തിനപ്പുറം ബോളിവുഡിലടക്കം ചിത്രം ചർച്ചയായി. 100 കോടിക്ക് മുകളിൽ ചിത്രം കളക്ട് ചെയ്യുകയും ചെയ്തു. മലയാളത്തിൽ പുറത്തിറങ്ങിയിട്ടുള്ള മോസ്റ്റ് വയലന്റ് ഫിലിം എന്ന ലേബലിലായിരുന്നു മാർക്കോ എത്തിയത്. ചിത്രത്തിലെ വയലൻസ് രംഗങ്ങൾക്കെതിരെ വൻ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. ചിത്രം OTTയിൽ എത്തുമ്പോഴും വിവാദങ്ങൾ നിലച്ചിരുന്നില്ല. ചിത്രത്തിന്റെ അൺകട്ട് വെർഷൻ പുറത്തിറക്കണമെന്നായിരുന്നു അണിയറ പ്രവർത്തകർ ആദ്യം തീരുമാനിച്ചിരുന്നത്. എന്നാൽ മിനിസ്ട്രി ഓഫ് ബ്രോഡ്കാസ്റ്റിംഗിന് ലഭിച്ചിട്ടുള്ള നിരവധി പരാതികളുടെ പശ്ചാത്തലത്തിൽ തിയേറ്ററിക്കൽ പതിപ്പാണ് OTTയിൽ എത്തിയത്. സിനിമയിലെ വയലൻസ് സമൂഹത്തെ ഇൻഫ്ലുവൻസ് ചെയ്യുമോ ഇല്ലയോ എന്ന ചർച്ചയ്ക്ക് ആധാരമായ മാർക്കോയുടെ വിവാദങ്ങൾ കെട്ടടങ്ങിയിട്ട് കാലം കുറച്ചാവുന്നതേയുള്ളൂ. അപ്പോഴാണ് സിനിമയിലെ വയലന്റ് നായകൻ റിയൽ ലൈഫിലും വയലന്റ് ആണോ എന്ന ചോദ്യം ഇപ്പോൾ ഏവരും ചോദിക്കുന്നത്. പുറത്തുവരുന്ന വാർത്തകളുടെ വസ്തുതയും അതിൽ ഉണ്ണി മുകുന്ദന് പറയാനുള്ളതും എന്താണ് നോക്കാം. ഉണ്ണി മുകുന്ദനെതിരെയുള്ള പരാതിയിൽ മാനേജറായിരുന്ന വിപിൻ പറയുന്നത് ഇങ്ങനെയാണ്. മാർക്കോയ്ക്ക് ശേഷം പുറത്തിറങ്ങിയ ഉണ്ണി മുകുന്ദൻ ചിത്രമായിരുന്നു ഗെറ്റ് സെറ്റ് ബേബി. തിയേറ്ററിൽ ചിത്രം പരാജയമായി മാറിയത് മുതൽ ഉണ്ണി മാനസികമായ വലിയ നിരാശയിലാണ്. ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകരുമായും നായികയുമായും അദ്ദേഹം അസ്വാരസ്യത്തിലാണ്. ഉണ്ണി സംവിധാനം ചെയ്യാനിരുന്ന ചിത്രത്തിൽ നിന്ന് നിർമ്മാതാക്കളായ ശ്രീ ഗോകുലം മൂവീസ് പിന്മാറി. ഇത് ഉണ്ണിക്ക് വലിയ ഷോക്കായി മാറി. കഴിഞ്ഞ ആഴ്ച പുറത്തിറങ്ങിയ ഒരു പ്രമുഖ താരത്തിന്റെ ചിത്രത്തിന് താൻ നല്ല അഭിപ്രായം പറഞ്ഞത് ഉണ്ണിക്ക് തന്നോട് വലിയ വിദ്വേഷത്തിന് കാരണമായി. അന്ന് തന്നെ തന്നോട് മാനേജർ പദവിയിൽ തുടരേണ്ടെന്ന് ഉണ്ണി പറഞ്ഞു. ഇങ്ങനെ പോകുന്നു വിപിന്റെ ആരോപണങ്ങൾ. കഴിഞ്ഞ ദിവസം ഉണ്ണി വിപിനെ ഫോണിൽ വിളിച്ച് കാണണമെന്ന് ആവശ്യപ്പെട്ടു. ഏതെങ്കിലും റെസ്റ്റോറന്റിൽ കാണാമെന്ന് പറഞ്ഞെങ്കിലും അതിന് വഴങ്ങാതിരുന്ന താരം വിപിന്റെ കാക്കനാട്ടെ ഫ്ളാറ്റിലെത്തി 1ാം നിലയിലെ ആളൊഴിഞ്ഞ പാർക്കിങ്ങിലേക്ക് വിളിച്ചു വരുത്തി. പിന്നീടാണ് യാതൊരു പ്രകോപനവുമില്ലാതെ അസഭ്യവർഷവും മർദ്ദനവുമെല്ലാം അരങ്ങേറിയത്. വിപിൻ അന്നേരം ധരിച്ചിരുന്ന കൂളിംഗ് ഗ്ലാസ് ഉണ്ണി മുകുന്ദൻ ശത്രുത വെച്ച് പുലർത്തുന്ന മറ്റൊരു പ്രമുഖ നടൻ തനിക്ക് നൽകിയതാണ്. ഇത് അറിഞ്ഞുകൊണ്ടാണ് മനഃപൂർവ്വം താരം അത് എറിഞ്ഞുടച്ചതെന്നും പരാതിയിൽ വിപിൻ ആരോപിക്കുന്നുണ്ട്. അതേസമയം സംഭവത്തെക്കുറിച്ച് ഉണ്ണി മുകുന്ദൻ പറയുന്നത് ഇങ്ങനെയൊന്നുമല്ല. താൻ കണ്ണട ഉരുമാറ്റി പൊട്ടിച്ചു എന്നത് സത്യമാണ്. എന്നാൽ ദേഹോപദ്രവം ഏൽപ്പിക്കുന്ന ഒരു പ്രവൃത്തിയും ചെയ്തിട്ടില്ലെന്നാണ് ഉണ്ണിയുടെ വാദം. വിപിന്റെ ഭാഗത്തു നിന്നും തന്റെ പ്രതിച്ഛായ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന തരത്തിലുള്ള പ്രവൃത്തികൾ ഉണ്ടായി. വർഷങ്ങളോളം കൂടെ ഉണ്ടായിരുന്ന ആൾ തനിക്കെതിരെ തിരിഞ്ഞപ്പോഴുള്ള വിഷമം പറഞ്ഞറിയിക്കാനാകില്ലെന്നും ഉണ്ണി പറയുന്നു. അദ്ദേഹം ഇപ്പോൾ സ്വന്തം തെറ്റുകൾ മറച്ചുവെക്കാനുള്ള തത്രപ്പാടിലാണെന്നും ഉണ്ണി കൂട്ടിച്ചേർക്കുന്നുണ്ട്. വിപിനെ കാണുന്ന സമയത്ത് തങ്ങളുടെ കോമൺ ഫ്രണ്ടായ വിഷ്ണു ഉണ്ണിത്താനും കൂടെ ഉണ്ടായിരുന്നു. എന്തിനാണ് തന്നെക്കുറിച്ച് മോശമായ കാര്യങ്ങൾ മറ്റുള്ളവരോട് പറയുന്നതെന്ന് ചോദിച്ചു. അതിന് വ്യക്തമായ മറുപടി ഇല്ലാതിരുന്ന വിപിന്റെ മുഖത്ത് ചെയ്ത തെറ്റ് കയ്യോടെ പിടിക്കപ്പെട്ട ജാള്യതയും ഭയവും ഉണ്ടായിരുന്നതായും ഉണ്ണി പറഞ്ഞതായി മലയാള മനോരമ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിരീക്ഷണ ക്യാമറകളുള്ള ആളുകൾ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് വെച്ചാണ് ഈ സംഭവങ്ങളെല്ലാം നടക്കുന്നതെന്നും ഉണ്ണി കൂട്ടിച്ചേർക്കുന്നുണ്ട്. നരിവേട്ടയ്ക്കെതിരെ താൻ പറഞ്ഞുവെന്നത് തന്നെയും ടൊവിനോയും തെറ്റിക്കാനുള്ള പ്രൊപ്പഗാൻഡയാണ്. ടൊവിനോയോട് സംസാരിച്ചെന്നും അദ്ദേഹത്തിന് കാര്യങ്ങളെല്ലാം മനസ്സിലായിട്ടുണ്ടെന്നും ഉണ്ണി പറയുന്നു. അതേസമയം സമൂഹ മാധ്യമങ്ങളിൽ ഇരുവരെയും പിന്തുണച്ചും എതിർത്തുമെല്ലാം ധാരാളം പേർ രംഗത്തെത്തുകയും ചെയ്യുന്നുണ്ട്. അതിൽ മാനേജറായ വിപിനെതിരെ സിനിമാ രംഗത്ത് നിന്ന് തന്നെ മറ്റു പരാതികളുമുണ്ട്. അതിലൊന്ന് ഒരു നടിയുമായി ബന്ധപ്പെട്ടതാണെന്ന് ഉണ്ണി മുകുന്ദൻ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ഒരു പ്രമുഖ നടി വിപിനെതിരെ ICCയിൽ പരാതിപ്പെട്ടിട്ടുണ്ടെന്നാണ് ഉണ്ണി പറയുന്നത്. സിനിമാ മേഖലയെ വിടാതെ വിവാദങ്ങൾ പുകയുന്ന കാഴ്ചയാണ് കുറച്ചു കാലമായി നിലവിലുള്ളത്. അതിലേക്കാണ് ഉണ്ണി മുകുന്ദനെതിരെയുള്ള ഈ ആരോപണങ്ങളും. എന്തായാലും ഉണ്ണി പറയുന്ന കാര്യങ്ങളാണോ വിപിൻ ഉന്നയിക്കുന്ന ആരോപണങ്ങളാണോ ശരി എന്നതിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ വ്യക്തത വന്നേക്കും. പോലീസിൽ കൂടാതെ ഫെഫ്കയിലും താരസംഘടന അമ്മയിലുമെല്ലാം വിപിൻ പരാതി നൽകിയിട്ടുണ്ട്. ഇതിന്റെ പര്യവസാനം എന്താകുമെന്നും കാത്തിരുന്ന് കാണാം.